മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളുടെ ടവലും തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ആ സമയത്താണ് പുറത്ത് നമ്മുടെ ജിഷൻ കരയുന്നത് കാണുന്നത്. അപ്പോഴേക്കും അനുമോൾ വന്ന് ജിഷനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേട്ടൻ കരയുന്നതെന്ന്, ചേട്ടൻ ആരെങ്കിലും പിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടി ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി വന്നതാ, നീ ഇപ്പോൾ എവിടെ നിന്ന് വന്നതാ മരഭൂതമേ, നീ നീ ഈ കറക്റ്റ് സമയത്ത് കയറി വന്നോളുമല്ലോ, നിനക്ക് അങ്ങോട്ടെങ്ങാനും പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്കെന്താണ് രാത്രി ഇവിടെ പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട്. ചേട്ടന് രാത്രി എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും കഴിക്കണോ? അപ്പോൾ ജിഷൻ പറയുന്നുണ്ട്, എനിക്ക് രാവിലെ മാത്രം മരുന്നുള്ളൂ, എനിക്ക് രാത്രി ഒന്നും മരുന്നില്ല, എന്ത് കഷ്ടമാണ്, നീ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. ചേട്ടൻ ഇങ്ങനെ കരയില്ലേ ചേട്ടാ, ഞാൻ എൻ്റെ ടവല് തപ്പി ഇറങ്ങിയതാ ചേട്ടാ, ഇപ്പോൾ ദേ എൻ്റെ ടവല് ആ ഒനീലിൻ്റെ ബെഡിലുണ്ട്, ജിസേലാണ് എടുത്തുകൊണ്ട് പോയത്. ഞാൻ ഇവരെ ആരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ടവലിന് അടയാളം വെച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ജിസേലാണെങ്കിൽ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാ ഇത് അലക്കി ഇവിടെ കൊണ്ടുവന്ന് വിരിച്ചുണക്കി ഞാൻ കൊണ്ടുപോകും. പക്ഷേ ഞാൻ ഉണക്കാൻ ഇടുമ്പോഴേക്കും ജിസേൽ വന്നെടുത്ത് അത് തുടച്ചിട്ട് അവിടെ ബെഡിനകത്ത് കൊണ്ടുപോയിടും. പിന്നെ അത് നനഞ്ഞിട്ടുണ്ടാവും. എപ്പോഴും ഞാൻ ജിസേലിനോട് പറയും എൻ്റെത് എടുത്തിട്ട് പോകരുതെന്ന്, പക്ഷേ ജിസേൽ അത് തന്നെ എടുത്തിട്ടേ പോവുള്ളൂ ചേട്ടാ എന്ന് പറയുന്നുണ്ട്. ചേട്ടൻ ഇങ്ങനെ കരയില്ലേ, ചേട്ടൻ അകത്തേക്ക് കയറിപ്പോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അവിടെ ഉണ്ട്. എന്താന്ന് ചോദിക്കുന്നുണ്ട്. ജിഷൻ ചേട്ടൻ ആരോ പിച്ചിന്ന്. ഈ ബിഗ് ബോസ് വീട്ടിൽ പിച്ചലും മന്തലും എന്നുള്ളതിലൊക്കെ നീ തന്നെയല്ലേ, അപ്പം നീ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് ഷാനവാസ് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നീ ഇവിടുന്ന് പോയിക്കോ എന്ന് അനുമോളോട് ജിഷൻ പറയുന്നുണ്ട്. ചേട്ടാ ഞാൻ എന്താണെങ്കിലും കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞ് അനുമോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട്, ചേട്ടൻ ഒറ്റയ്ക്ക് നിന്ന് അവിടെ നിന്ന് കരയില്ലേട്ടോ ചേട്ടാ എന്ന് പറയുന്നുണ്ട്. നീ ഒന്ന് പോകാൻ അനുമോളെ, ഞാനൊന്ന് വെറുതെ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട്.